Hello, welcome to Chima's Kitchen. അപ്പോൾ നമ്മൾ Chima's Kitchen ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ബ്രെഡ് ബോൾസ് ആണ്. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള 6 ബ്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബൗളിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിരകിയ തേങ്ങ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് 2 ഏലക്ക ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ച് കിട്ടുന്നതിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്കും ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പാല് ചേർക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പം പാലില്ലാന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടേസ്റ്റിനായിട്ട് കാരണം ഇൻഗ്രീഡിയൻസിൽ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കാണുന്നില്ലേ? ഈ ഒരു വലിപ്പത്തിൽ നമുക്കിതിനൊന്ന് എല്ലാം ഒന്ന് ഉരുട്ടി എടുക്കാം. ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം ഒന്ന് ഈ ഒരു പരുവത്തിൽ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഞാൻ ഈ ബോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് ഇത് ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്നും ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏലക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ടേസ്റ്റിന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഒരു ഭാഗം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തേങ്ങയും അതുപോലെ തന്നെ ബ്രെഡും പഞ്ചസാരയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ 2 ഭാഗവും 5-5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു കടായിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇതിനൊന്ന് ശരിക്കും കുക്കായി വന്നെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്കൊക്കെ ആക്കുന്നതിനായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബ്രെഡും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഏകദേശം എല്ലാവരുടെ വീട്ടിലും കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.